കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു നേട്ടത്തെക്കുറിച്ച് തന്റെ സമൂഹമാധ്യമ പേജിൽ കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കുറ്റവാളികൾ രാജ്യത്തെ പറ്റിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ പോയി ഒളിച്ചാലും നരേന്ദ്രമോദി സർക്കാർ അവരെ വിടാതെ പിന്തുടരും. UPA സർക്കാരിനേക്കാൾ കൂടുതൽ കുറ്റവാളികളെ വിദേശത്ത് നിന്നും തിരികെ എത്തിച്ച ക്രെഡിറ്റ് NDA സർക്കാരിന്. തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഇക്കാര്യം അമിത്ഷാ സൂചിപ്പിച്ചിരിക്കുന്നത്. കുറ്റവാളികൾ മുൻപ് വ്യവസ്ഥിതിയെ ചൂഷണം ചെയ്ത് രക്ഷപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് അത് സാധിക്കുകയില്ല എന്ന് അമിത്ഷാ പറഞ്ഞു. വളരെ ശക്തവും സുരക്ഷിതവുമായ ഇന്ത്യ എന്ന ദർശനത്തിന്റെ ഭാഗമായി വിദേശത്ത് ഒളിച്ചിരിക്കുന്ന കുറ്റവാളികളെ പിടികൂടുന്നതിൽ മോദി സർക്കാർ വിജയിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ പറഞ്ഞു. അവർ ഏത് രാജ്യത്തേക്ക് പലായനം ചെയ്താലും ദേശീയ സുരക്ഷയോടുള്ള ഇന്ത്യയുടെ പുതിയ സമീപനം 2019 മുതൽ 274 കുറ്റവാളികളെ വരെ തിരിച്ചെത്തിച്ചതായി ഉറപ്പാക്കുന്നു. UPA സർക്കാരിന്റെ കാലത്ത് പ്രതിവർഷം 4 കുറ്റവാളികൾ മാത്രമായിരുന്നു തിരികെ എത്തിയിരുന്നത് എന്നും അമിത്ഷാ തുറന്നടിച്ചു. കുറ്റവാളികൾക്ക് വ്യവസ്ഥിതിയുടെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പുതിയ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, ആഗോള പങ്കാളിത്തങ്ങൾ, ഇതിലൂടെ പുതിയ ഇന്ത്യ പഴയ വ്യവസ്ഥയുടെ എല്ലാ പോരായ്മകളും പരിഹരിക്കുകയും തകർക്കാനാവാത്ത ഒരു സുരക്ഷാ വലയം സൃഷ്ടിക്കുകയും ചെയ്തു. വലിയ കുറ്റവാളികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതിലൊന്നാണ് തഹാവൂർ ഹുസൈൻ റാണ. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയാണ് ഇയാൾ. US നിന്ന് ഇന്ത്യയിലേക്ക് നാട് കടത്തപ്പെട്ടു. മറ്റൊരാൾ പ്രദീപ് സിംഗ്, മയക്കുമരുന്ന് സംഘത്തിലും മയക്കുമരുന്ന് ഭീകരതയിലും ഉൾപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി. സഞ്ജീവ് ചൗള 2000-ലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഒത്തുകളി അഴിമതിയിലെ മുഖ്യപ്രതി. 2020 ഫെബ്രുവരിയിൽ UK നിന്ന് ഇന്ത്യയിലേക്ക് നാട് കടത്തപ്പെട്ടു. 2019-നും 2026-നും ഇടയിൽ 36 രാജ്യങ്ങളിൽ നിന്ന് 274 ഒളിച്ചോടിയ കുറ്റവാളികളെ തിരികെ കൊണ്ടുവന്നു എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേട്ടം അത് ചെറിയൊരു കാര്യമല്ല. ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ഇടപെടലുകളിലൂടെയും ഇന്റർപോളിന്റെ സഹായത്തോടെയുമുള്ള ഓപ്പറേഷൻ തൃശൂൽ പോലുള്ള പദ്ധതികളിലൂടെയാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത്. വിവിധ കാലഘട്ടങ്ങളിൽ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന പ്രധാന കുറ്റവാളികളുടെ വിവരങ്ങൾ ഇങ്ങനെയാണ്. തഹാവൂർ ഹുസൈൻ റാണ 2008-ലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ ഇയാളെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറുകയായിരുന്നു. ഛോട്ടാ രാജൻ, അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ മുൻ അനുയായിയായ ഇയാളെ ഇന്തോനേഷ്യയിൽ നിന്നാണ് വിട്ടുകിട്ടിയത്. രവി പൂജാരി, ഒട്ടനവധി കൊലപാതകം, ഭീഷണിപ്പെടുത്തൽ കേസുകളിൽ പ്രതിയായ അധോലോക നേതാവ്. സെനഗലിൽ വെച്ചാണ് ഇയാളെ 2020-ൽ ഇന്ത്യയിൽ എത്തിച്ചത്. അബു സലിം 1990 മുതൽ മുംബൈ സ്ഫോടന കേസിലെ മുഖ്യപ്രതി. 2005-ൽ പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്ത്യൻ മിഷേൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസിലെ ഇടനിലക്കാരൻ. 2018-ൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് നാടുകടത്തി. പ്രഫ്ദീപ് സിംഗ് വലിയ തോതിലുള്ള മയക്കുമരുന്ന് മാഫിയയുടെ തലവനായ ഇയാളെ 2026 മെയ് മാസത്തിൽ അസർബൈജാനിൽ നിന്ന് കൈമാറ്റം ചെയ്തു. മൊയ്തീൻ അബ്ബ ഉമ്മർ ബിയാരി വ്യാജ കറൻസി കേസ് പ്രതിയായ ഇയാളെ UAE-യിൽ നിന്ന് ഇന്റർപോൾ വഴി പിടികൂടി നാട്ടിലെത്തിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വസ്തുതാ വിവരങ്ങൾ പ്രകാരം തിരിച്ചെത്തിയ കുറ്റങ്ങളുടെ പ്രധാന വിഭാഗങ്ങൾ: കുറ്റകൃത്യത്തിന്റെ വിഭാഗം, തിരികെ കൊണ്ടുവന്നവരുടെ എണ്ണം, കൊലപാതകം, കൊള്ള, അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ 62 പേർ, അതിക്രമ ലൈംഗികങ്ങൾ, ബലാത്സംഗം, പോക്സോ കേസുകൾ 53 പേർ, സംഘടിത കുറ്റകൃത്യങ്ങൾ, ഗുണ്ടകൾ, ഭീഷണിപ്പണം തട്ടൽ 42 പേർ, ഭീകരവാദം, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, നാർക്കോ ടെറർ 17 പേർ, മയക്കുമരുന്ന് കടത്ത് 16 പേർ, സാമ്പത്തിക തട്ടിപ്പുകൾ 9 പേർ. വിദേശത്ത് ഒളിവിലിരുന്ന പല കുറ്റവാളികളും വ്യാജ പേരുകളിലും പുതിയ തിരിച്ചറിയൽ രേഖകളിലും ജീവിച്ചിരുന്നത്. എന്നാൽ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ ഫുട് പ്രിന്റുകളും ഉപയോഗിച്ച് പ്രൊഫൈൽ മാപ്പിംഗ് നടത്തി ഇന്ത്യൻ അന്വേഷണ ഏജൻസികളായ CBI, NIA, ഇന്റലിജൻസ് ബ്യൂറോ എന്നിവർ ചേർന്ന് ഇവരെ നിയമത്തിന് മുന്നിൽ എത്തിച്ചു. ഒളിച്ചോടിയ കുറ്റവാളികളുടെ 17,874 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കളും രാജ്യം കണ്ടുകെട്ടിയിട്ടുണ്ട്. ശരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ കണക്കുകൾ പ്രകാരം രാജ്യം നേടിയിട്ടുള്ള വളരെ പ്രധാനമായ ഒരു നേട്ടം തന്നെയാണ് അമിത്ഷാ തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ ഈ വിവരങ്ങൾ. അക്കാര്യത്തിൽ NDA സർക്കാർ ഒരു വിജയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.